എവർക്കും ലാൽപതേ സ്മെല്ലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കീമിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ 96 വരെ കഴിഞ്ഞ ക്ലാസ് ചെയ്തു. 97th ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒറ്റയടിക്ക് ആൻസർ ആയി. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, ഒരു കൺസെപ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 2 raised to sin x divided by 2 raised to sin x plus 2 raised to cos x dx. I എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ ഓക്കെ, ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുമ്പിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തല്ലോ. എങ്ങനെ എഴുതാം? 0 to pi by 2. ഇവനെ എങ്ങനെ എഴുതാം? sin x നെ 2 raised to sin x ന് പകരം 0 plus pi by 2. 0 plus pi by 2 ആരാ? pi by 2. അപ്പം pi by 2 minus x. എല്ലാ x നെ അങ്ങനെ 0 plus pi by 2 pi by 2 minus ആ രീതിയിലാക്കാം. 2 raised to sin pi by 2 minus x plus ആരാ? 2 raised to cos pi by 2 minus x. കിട്ടിയിട്ടല്ലോ. Again I equal to, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം കേട്ടോ. I equal to integral 0 to pi by 2 sin pi by 2 minus x cos x. അപ്പോൾ 2 raised to cos x divided by 2 raised to ഇതാരാ? cos x plus ഇതാരായി മാറും? 2 raised to sin x. sin pi by 2 minus x cos x, cos pi by 2 minus x sin x ആണ്. കിട്ടിയോ? ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തേടാ. dx. ഇനി ഇക്വേഷൻ 1 plus 2, 1 ഉം 2 ഉം ആഡ് ചെയ്യും. അപ്പോൾ i plus i 2i ഇന്റഗ്രൽ 0 to pi by 2. ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യും. 2 raised to sin x plus 2 raised to cos x ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ആരാ? 2 raised to sin x plus 2 raised to cos. ഈസി ആയല്ലേ? രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? ന്യൂമറേറ്റർ സെയിം ആയില്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ 1 എന്നൊന്നും അല്ലേ? 2i equal to integral 0 to pi by 2 1 dx എന്ന് പറയുമ്പോൾ ആരാ? x അല്ലേ? 0 to pi by 2. അപ്പോൾ 2i equal to ലിമിറ്റ് pi by 2 മാത്രം കൊടുത്താൽ മതിയല്ലോ, 0 അല്ലേ? അപ്പോൾ i equal to ആരാ? 2 താഴെ പോകുമ്പോൾ pi by 4. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി is the right answer. ഇനി ഷോർട്ട് കട്ടിങ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനേ നിൽക്കണ്ട. കണ്ടീഷൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ലിമിറ്റും കൂടെ കൂട്ടുമ്പോൾ pi by 2 ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് രണ്ട് ലിമിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ pi by 2 കിട്ടുമെന്ന് നോക്കാം. സെക്കൻഡ് കേസ്, ഇവിടെ ഏത് ഫംഗ്ഷനോ വരട്ടെ, 2 raised to 3 raised to റൂട്ടോ എന്തോ വരട്ടെ, മുകളിലുള്ളവന്റെ കോ ഫംഗ്ഷൻ ആണ് താഴെ ഉള്ളത്. എന്നാൽ മുകളിലുള്ള സെയിം ഫംഗ്ഷൻ താഴെ അതിന്റെ കൂടെ വരുന്ന അവന്റെ കോ ഫംഗ്ഷൻ, സൈന്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ. ഇനി സീക്ക് ആണെങ്കിൽ കൊസീക്ക്, കൊസീക്ക് ആണെങ്കിൽ സീക്ക്, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ട് ആണെങ്കിൽ ടാൻ. കിട്ടിയോ? അപ്പം മുകളിലുള്ളവന്റെ കോ ഫംഗ്ഷൻ ആണ് താഴെ ഇതേപോലെ വരുന്നെങ്കിൽ, സിമിലർലി വേറൊരു ക്വസ്റ്റ്യൻ, ഈ സെയിം ലിമിറ്റിൽ 5 raised to sec x by 5 raised to sec x plus 5 raised to cosec x. ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? pi by 4 തന്നെയാണ്. കിട്ടിയോ? ഈ ഒരു രീതിയിലാണ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഈ സൈൻ മീൻസ് ഈ ഒരു ഫംഗ്ഷന്റെ കോ ഫംഗ്ഷൻ ആണ് താഴെ ആ രീതിയിൽ വരുന്നതെങ്കിൽ ലിമിറ്റ് രണ്ട് ആഡ് ചെയ്യുമ്പോൾ pi by 2 കിട്ടുന്നതെങ്കിലും ആൻസർ എന്താണ്? pi by 4. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടേ വേണ്ട, ഡയറക്റ്റ് എടുത്ത് കൊടുക്കുക. pi by 4 ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൊടുത്താലും കാണും, 100% കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കാം. 100% കീം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുറെ ആൾക്കാർ പറഞ്ഞു കീമിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിരുമോ? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയും പിന്നെ ഏതാ കോണിക് സെക്ഷൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞെടുക്കാൻ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് പോലെ കീമിന് ഇന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞൊരു 10-25 ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് തന്നാലേ നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് പോകും, അതിലൊന്നും വന്നില്ലെങ്കിലോ? മനസ്സിലായി? അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കുറേ സെക്ഷൻ കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ റിപ്പീറ്റ് ചെയ്യുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പീറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കിയോ. The area bounded by the curve y equal to sin square x, limit on x equal to pi by 2 മുതൽ x equal to pi വരെ. സിമ്പിൾ അല്ലേടാ? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രൽ pi by 2 മുതൽ pi വരെ ആരെ ഇന്റഗ്രേറ്റ് ചെയ്യുക? sin square x ഇന്റഗ്രേറ്റ് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇന്റഗ്രൽ പഠിച്ചേക്കുക. sin square x ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്, cos 2x equal to 1 minus 2 sin square x. ഇവിടെ sin square 2 sin square x ഇവിടെ വരുമ്പോൾ 1 minus cos 2x. ഇവിടെ നിന്ന് sin square x equal to
1 മൈനസ് കോസ് 2x/2 എന്നാണ് ഫോമുല. അതിന് ഇതിൽ ഇക്വേറ്റ് ഇന്റഗ്രൽ പൈ ബൈ 2 ടു പൈ 1 മൈനസ് കോസ് 2x/2 dx. പിടിയിട്ടല്ലോ, ഇത് 1/2 ആ 1/2 കോമൺ ഇന്റഗ്രലിന്റെ പുറത്തെടുത്തു. ഇനി ഇവന്റെ ഇന്റഗ്രൽ പറ 1/2 1 ഇന്റഗ്രൽ x മൈനസ് കോസ് 2x കോസിന്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ. അപ്പൊ കോസ് 2x അല്ല കറക്റ്റ് ആണ്, കോസിന്റെ സൈൻ ആണ്, ഡെറിവേറ്റീവ് അല്ലേ മൈനസ്. ഓക്കെ, അപ്പൊ കോസ് 2x എന്ന് പറയുമ്പോൾ സൈൻ 2x ഇന്റഗ്രൽ. പിന്നെ അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പഠിച്ചിട്ടുണ്ടല്ലോ, ലിമിറ്റ് ഏതാ പൈ ബൈ 2 ടു പൈ വരെ അല്ലേ. വെളിയിലുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കോസിന് ഉണ്ടെങ്കിൽ സൈൻ 2x ഡിവൈഡ് ബൈ 2x ഡെറിവേറ്റീവ്. ഇന്റഗ്രേറ്റ് എല്ലാവർക്കും അറിയാം. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യടാ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ എന്ത് വരും, 1/2 പുറത്തുണ്ട്, അപ്പർ ലിമിറ്റ് ആദ്യം പൈ കൊടുത്തേ, പൈ മൈനസ് ഇവിടെ ആയിരുന്നു സൈൻ 2π ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ പൈ ബൈ 2 മൈനസ് ആരാ ഇവിടെ സൈൻ 2 into പൈ ബൈ 2 again സൈൻ പൈ വന്നു, സൈൻ പൈ ബൈ ഹോൾ 2 എന്നാണ്, സൈൻ പൈ ബൈ 2 എന്നല്ല. ഓക്കെ, ഇതിന്റെ ആൻസർ സൈൻ 2π 0 അറിയാലോ, 1/2 പൈ മൈനസ് 0 പിന്നെ ആരാ പൈ ബൈ 2 സൈൻ പൈ 0 അല്ലേ, മൈനസ് പൈ ബൈ 2 മൈനസ് 0. ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ് അകത്ത് കയറുമ്പോൾ പൈ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇൻറ്റു ഒരു 1/2 കൂടെ അകത്ത് കയറുമ്പോൾ ആൻസർ എന്ന് കിട്ടി ഇവിടെ പൈ ബൈ 4 എന്ന് കിട്ടി. നിങ്ങൾ ചെയ്ത് നോക്കിയത് ആൻസർ നമുക്ക് കിട്ടും പൈ ബൈ 4. പൈ ബൈ 4 ഓപ്ഷൻ ഏതാണ്, again ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അതിലിട്ട് നോക്കിയേ, ആൻസർ എത്ര കിട്ടി നിങ്ങൾക്ക്, പൈ ബൈ 4 എന്ന് കിട്ടി, ഓപ്ഷൻ സി. പിടിയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് ഒരു സൊല്യൂഷൻ ചെയ്യാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട് y ഈക്വൽ ടു e റൈസ്ഡ് to x into a cos x plus b sin x. ഇതിൽ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്, ഇതിൽ എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ട്, 2 കോൺസ്റ്റന്റ് ഉണ്ട്. സോ നമുക്ക് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഡാഷ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്രോഡക്റ്റ് അല്ലേ, a cos x ൻ്റെത് മൈനസ് a sin x പ്ലസ് b cos x. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു a cos x പ്ലസ് b sin x. സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ e റൈസ്ഡ് to x ഡെറിവേറ്റീവ് e റൈസ്ഡ് to x. അപ്പോൾ y ഡാഷ് ആയി, y ഡാഷിനെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്താൽ e റൈസ്ഡ് to x ഇൻറ്റു ഞാൻ മാറ്റാനൊന്നും പറ്റത്തില്ല, മൈനസ് a sin x പ്ലസ് b cos x പ്ലസ് ദിസ് ഈസ് അഗൈൻ y അല്ലേ, സംശയമുണ്ടോ, y അല്ലേ ഒന്ന്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ്, കാരണം ഈ രണ്ട് എയും ബി രണ്ട് കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെറിവേറ്റീവ് എടുക്കണം. y ഡബിൾ ഡാഷ് അഗൈൻ ഇവിടെ പറയടാ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. ഇവിടെ ഡെറിവേറ്റീവ് ആരാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് പറ, മൈനസ് a sin x ൻ്റെത് മൈനസ് a cos x മൈനസ് b sin x. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു മൈനസ് a sin x പ്ലസ് b cos x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് e റൈസ്ഡ് to x ഡെറിവേറ്റീവ് ആര് തന്നെയാണ് e റൈസ്ഡ് to x പ്ലസ് y ഡെറിവേറ്റീവ് y ഡാഷ് അല്ലേ. പിടിയിട്ടില്ലല്ലോ, സംശയമുണ്ടോ. ഇനി നമുക്കിതിനെ ക്ലബ് ചെയ്യണം. 2 ടൈമിൽ e റൈസ്ഡ് to x ഉണ്ട്, നമുക്ക് e റൈസ്ഡ് to x നെ എടുത്ത് പുറത്തിടാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനിലോട്ട് ഇത് മാറണം. ഓക്കെ, y ഡാഷിന് പകരം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും നോക്കാം. ഓക്കെ, y ഡാഷ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, മൈനസ് a sin x b cos x. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ അല്ലേ, മൈനസ് a sin x b cos x എന്ന് പറഞ്ഞാൽ e റൈസ്ഡ് to x എന്ന് പറഞ്ഞാൽ y ഡാഷ് ആരാ മൈനസ് y അല്ലേ. ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ ആരാ, ഈ y പുറത്തുമ്പോൾ y ഡാഷ് മൈനസ് y അല്ലേ. അപ്പോൾ ഇവന് വരാം e റൈസ്ഡ് to x ഇൻറ്റു മൈനസ് a cos x മൈനസ് b sin x. ഇത്രയും ടേമിന് ഒരു ആര് കൊടുത്തു, y ഡാഷ് മൈനസ് y പ്ലസ് y ഡാഷ് മൈനസ് y പ്ലസ് y ഡാഷ് അവിടെ ഉണ്ട്. റെഡിയോ.
ഇത്രയും ടേമിന് ഇവിടെ ഈ ഒരു ടേം ഈ ടേം ഇവിടെ റിപ്പീറ്റ് സെയിം ആയിട്ട് വന്നു. ഈ y ഇവിടെ പോകുമ്പോൾ y ഡാഷ് മൈനസ് y. ഈ ടേമിന് വരെ y ഡാഷ് മൈനസ് y എന്ന് കൊടുത്തു. ഇത് y ഡബിൾ ഡാഷ് ഇല്ല. ഇനി നമുക്ക് ഈ രണ്ട് കോൺസ്റ്റന്റ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇനി നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അത് ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് നെഗറ്റീവ് കോമൺ എടുത്താൽ ഓക്കെ ഫൈൻ. ഇത് നെഗറ്റീവ് കോമൺ എടുത്താൽ ഇവിടെ നെഗറ്റീവ് കോമൺ എടുത്താൽ എന്തായിട്ട് മാറിയത് y ഡബിൾ ഡാഷ് a റൈസ് ടു x നെഗറ്റീവ് കോമൺ എടുത്തപ്പോൾ a cos x പ്ലസ് b sin x പ്ലസ് y ഡാഷ് പ്ലസ് y ഡാഷ് 2y ഡാഷ് മൈനസ് y. ഇപ്പൊ ഇത് ആരായിട്ട് മാറി? ഇത്രയും ആരാണ്? is y. റെഡിയോ? അപ്പൊ ആരാ? മൈനസ് y പ്ലസ് 2y ഡാഷ് മൈനസ് y ഈക്വൽ ടു y ഡബിൾ ഡാഷ്. റെഡിയോ? മൈനസ് y എന്തായിട്ട് മാറി? ഇവിടെ എന്തായിട്ട് മാറി? y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് y മൈനസ് 2y പ്ലസ് 2y ഡാഷ്. അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറി? y ഡബിൾ ഡാഷ് പ്ലസ് 2y മൈനസ് 2y ഡാഷ്. ഓപ്ഷൻ ഉണ്ടോ നോക്കേ? ഈക്വൽ ടു 0. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പിടി കിട്ടിയോ? അപ്പൊ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് ഇതും മുമ്പോട്ടൊക്കെ നോക്കി നോക്കണം. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്നൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും. പിടി കിട്ടിയോ? ഇത് ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ sin x plus cos x into 2 minus sin 2x. ഞാൻ ഇവിടെ ഷോർട്ട് കട്ട് ആണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത ആൻസർ കിട്ടാം എന്ന മെത്തേഡാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ പോയി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത ആൻസർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് വേണ്ട. അതിനേക്കാളും ഒരു മെത്തേഡ് നിങ്ങൾ 2-3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിയേ. ജസ്റ്റ് ഇതാണ് ഇന്റഗ്രൽ. ഇത് ഇന്റഗ്രൽ ആകണമെങ്കിൽ ഇത് എന്താണ് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഡിഫറെന്റ് എന്താ റിവേഴ്സ് തോട്ട് ആണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ റിവേഴ്സ് തോട്ട് ആണ് ഡെറിവേറ്റീവ്. അങ്ങനെ ചെറിയ കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതോ ഒരു ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഇല്ല. എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 ഓപ്ഷൻ കിട്ടി. ഇതിൽ ഏതോ ഒരു ആൻസർ ആണ് ഇവൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. തിരിച്ചു പറഞ്ഞാൽ ആ ഓപ്ഷനിലെ ഏതോ ഒരു ഓപ്ഷന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നതിൽ അകത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ അവൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ആൻസർ. ഓപ്ഷൻസ് ഞാൻ എഴുതി തരാം. ഓപ്ഷൻസ് ഇതാണ്. sin x plus cos x by sin 2x plus c, sin x minus cos x by sin 2x plus c. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ sin x by sin x plus cos x. അടുത്ത് sin x by sin x minus cos x. നിങ്ങൾ ഓപ്ഷൻ ഞാൻ ബാക്കി എഴുതുന്നില്ല. നിങ്ങൾ ഓപ്ഷൻ ബോർഡിൽ കണ്ടല്ലോ. എല്ലാം പ്ലസ് സി ഒരു ഓപ്ഷൻ കൊണ്ട് എഴുതാത്ത കാരണം ബാക്കിയൊന്നും എഴുതണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല. ഇവന്റെ ഡിനോമിനേറ്റർ നോക്കിയേ. ഇവന്റെ എല്ലാം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണ്ട. ഡെറിവേറ്റീവ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇവരിലെ ആരുടെ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ബാക്കി സിയും ഡിയും ഇയും ഒക്കെ ഡിനോമിനേറ്റർ വേറെയാണ്. അപ്പൊ സി എലിമിനേറ്റ് ചെയ്തു, ഡി എലിമിനേറ്റ് ചെയ്തു, ഇ എലിമിനേറ്റ് ചെയ്തു. പിടികിട്ടിയോ? അപ്പൊ ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി. കുറച്ച് റിസ്ക് എടുക്കണം. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഡി ആണ് ആൻസർ വെക്കുന്നത്. ഇനി ഇവന്മാരുടെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഏതാണ് ഇതേപോലെ വരുന്നത് നോക്കാം. ഇതേപോലെ വരുന്നത് കുറച്ച് ഷോർട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അതിലെ കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞേക്കാം. sin x ഡെറിവേറ്റീവ് cos x ഇവിടെ ഉണ്ട്. പക്ഷെ cos x ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് sin x ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഉടനെ കളഞ്ഞു. sin x ഡെറിവേറ്റീവ് cos x ഡെറിവേറ്റീവ് മൈനസ് sin x മൈനസ് ഉണ്ടായിരുന്നു പ്ലസ്. അപ്പൊ ഈ ഒരു ടേം ഇവര് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഞാൻ ഓപ്ഷനിൽ നിന്ന് ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ട് പോയതാണ്. ഓക്കെ, ഇനി ബാക്കി ഇങ്ങനെ ഒരു പറ്റുന്നില്ല. ആണെങ്കിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1/2 മണിക്കൂറെങ്കിലും പോകും. നമുക്കത് ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കളയണം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞില്ല. പുട്ട് sin x മൈനസ് cos x ന് t എന്ന് കൊടുക്കുക. പ്ലസ് എന്നല്ല മൈനസിന്. അപ്പൊ അവന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ടേം വരും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് പിന്നെ ഒരു ടേമിലോട്ട് വരും. പിന്നെ വീണ്ടും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ആണ് ഞാൻ ഒരു എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞു തന്നത്. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ഞാൻ പറയുന്നു,
നമുക്ക് 120 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 ക്വസ്റ്റ്യൻ തെറ്റി. ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കളഞ്ഞിട്ടാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോഡി കണ്ടല്ലോ. എ പ്ലെയിൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സ് ഫ്രം ഒറിജിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ 2i. ഓക്കെ, അതാണ് കണ്ടു. ഒരു വെക്ടറിന് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ. നമുക്കറിയാം ഒരു ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, വെക്ടർ r ഡോട്ട് n എന്ന് പറഞ്ഞാൽ നോർമൽ ഈക്വൽ ടു p എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ആ p തന്നിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. p എത്രയാണ്? 5 തന്നിട്ടുണ്ട്. n ക്യാപ്പ് കണ്ടുപിടിക്കാം. നമുക്ക് n തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ n ക്യാപ്പ് കണ്ടുപിടിക്കും? പെർപെൻഡിക്കുലർ വെക്ടർ പറയുന്നത് പ്ലെയിൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ഫ്രം ദ ഒറിജിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ 2i. ഒരു വെക്ടറിനെ പെർപെൻഡിക്കുലർ പറഞ്ഞു. ആ വെക്ടർ ആരാ? 2i plus j plus 2k. ആ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ആ പെർപെൻഡിക്കുലർ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറ. റൂട്ട് ഓഫ് 2 സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ. അപ്പോൾ എത്ര? 4 4 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ എത്ര? 4 plus 4 8 9. റൂട്ട് ഓഫ് നാപ്പ് എന്താണ്? n cap equal to 2y plus j plus 2j whole divided by ആരാ? 1/3. റെഡിയോ? ഇതാരാ? 9 റൂട്ട് 9 1/3 ഞാൻ പുറത്തിട്ട്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുപോട്. r ഡോട്ട് ആരാ? 1/3 2y plus j plus 2k k equal to 5. ഇത്രയും അങ്ങോട്ട് പോകുമ്പോഴോ r dot 2y plus j plus 2k equal to 15. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി. പിടികിട്ടിയോ? ഇതാണ് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ. ഒരു നോർമൽ തന്നിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. അതിൽ കൊടുത്താൽ കണ്ടുപിടിച്ചു. ഈ n ക്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ വെക്ടറിനെ അവന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് എന്ത് ചെയ്താൽ, സോറി അവന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്താൽ മതിയടാ? ഡിവൈഡ് ചെയ്താൽ മതി. പിടി കിട്ടിയോ? എന്നിട്ട് അതുകൊണ്ട് ഇവിടെ കൊടുത്തു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin a മൈനസ് sin b. നിങ്ങൾ ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? cos a പ്ലസ് cos b. sin x മൈനസ് sin b cos x പ്ലസ് cos a യുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. sin a മൈനസ് sin b യുടെ ഫോർമുല ഏതാ? 2 sin a മൈനസ് b ബൈ 2 cos a പ്ലസ് b ബൈ 2. ഇതിന്റെ ഫോർമുല അറിയാലോ. ഇനി cos a പ്ലസ് cos b യുടെ ഫോർമുല ഏതാ? 2 cos a plus b by 2 into cos a minus b by 2. ഫോർമുല കാണാൻ പഠിച്ചു വെച്ചേക്കാം. 2 into ക്യാൻസൽ ആയി. cos a plus b by 2 cos a plus b by 2 ക്യാൻസൽ ആയി. sin a minus b by 2 by cos a minus b by 2 tan a minus b by 2. Easy 4 mark question. Option D. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈസി ആയിട്ട് എത്ര മാർക്ക് നമുക്ക് കിട്ടി? 4 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇതൊന്നും വിടരുത് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ട്രിഗണോമെട്രി എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇന്റഗ്രേഷനിലും കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ കളയുക. ഒറ്റയടി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ നോക്കുക. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻ ആൻഡ് ഡെറിവേറ്റ് എടുത്ത് നോക്കുക. അപ്പം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഏകദേശം കിട്ടുന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് അത് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ആയിട്ട് കണ്ടുപിടിക്കാനാണ്. എക്സ് ഈക്വൽ ടു വൈ അല്ല, ഇതിൽ ക്വസ്റ്റ്യൻ എക്സ് ഈക്വൽ ടു എ cos 4t പ്ലസ് b sin 4t എങ്കിൽ d സ്ക്വയർ എക്സ് ബൈ ഇത് വേറെ ഒന്നുമില്ല. അതായത് എക്സും വൈക്കും പകരം എക്സും വൈയും എക്സിനും പകരം ഇതിൽ എക്സും ടിയും തന്നിരിക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ. പക്ഷെ അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ ആ രീതിയിൽ നമ്മൾ എത്തിക്കണം കേട്ടോ. അവർ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ഇതിനെ എത്തിക്കണം. അതാണ് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ എക്സ് 16x അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉള്ളു. അപ്പം നമ്മൾ കുറച്ച് എലിമിനേറ്റ് ചെയ്തൊക്കെ വന്ന് ആ രീതിയിൽ നമ്മൾ എത്തിക്കണം. എങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ആൻസർ കിട്ടുള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആരാ? dx by dt. ഇതിന്റെ ഡെറിവേറ്റീവ് പറ. മൈനസ് എ sin 4t ഇൻറ്റു 4. ആ 4ന് ഫ്രണ്ടിൽ മൈനസ് 4a എന്ന് ഇട്ടു. പ്ലസ് ഇതാരാ? 4b cos 4t അല്ലേ? sin 4t യുടെ cos 4t 4 4t യുടെ 4.
ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇതിന് നമുക്ക് ഫസ്റ്റ് എക്സ് വീണ്ടും ഇതിന് എടുക്കാൻ പറ്റുമോ നോക്കിയേ. ഇതിന് എക്സ് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, വീണ്ടും സെക്കൻഡ് ഓർഡർ എടുക്കാം. d square x by dt square. ഓക്കെ, എന്തായടാ അഗൈൻ സൈൻ്റെ കോസ് അല്ലേ, അപ്പോൾ ഇതെന്ത് 40യുടെ 4 അപ്പോൾ 16 മൈനസ് 16a cos 4. ഡെറിവേറ്റീവ് നിങ്ങൾ എടുത്തോണം കേട്ടോ. ഇത് 40യുടെ 4 അപ്പോൾ ഇവിടെ 16 മൈനസ് 16 കാരണം കോസിന്റെ സൈൻ ആണ് b sin 40. മനസ്സിലായോ? cos 40യുടേത് മൈനസ് സൈൻ 40, പിന്നെ 40യുടേത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ആയിട്ട് മാറി. ഇവിടെ കിട്ടിയോ? ഈ ടൈം ഞാൻ നെഗറ്റീവ് 4 കോമൺ എടുത്താൽ എന്ത് വരടാ? 4a cos 40 പ്ലസ് നെഗറ്റീവ് 4 കോമൺ എടുത്താൽ പ്ലസ് ഏതാ 4b sin 40 എന്നും. നെഗറ്റീവ് 4 നെഗറ്റീവ് 16 ഞാൻ കോമൺ എടുത്താലോ നെഗറ്റീവ് 16. ഇതാരാണ് ആക്ഷൻ? നെഗറ്റീവ് 16 കോമൺ എടുത്താലോ ഇത് നല്ലത്. a cos 40 പ്ലസ് b sin 40 ഇതല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസർ ആരാണ്ട? മൈനസ് 16. ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടോ, മൈനസ് 16x. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രീഡിയോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഞാൻ സെക്കൻഡ് ഓർഡർ എടുത്തിട്ട് അവിടെ 16 മൈനസ് 16 കോമൺ എടുത്തപ്പോൾ ഇത് ആരായിരുന്നു? ആ എക്സ് തന്നിരുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ആ എക്സാം കൊടുത്തു. ക്ലിയർ, ഫൈൻ. എഗെയിൻ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 6 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് NC0, NC1, NC2 എക്സെട്ര NCN ന്റെ അരിത്തമെറ്റിക് മീൻ. എങ്ങനെയാ? കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാ? ഇതിന്റെ സം NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN ഇതിന്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. ഇവിടെ ഇതിലൊരു ചെറിയ കുഞ്ഞു കൺസെപ്റ്റ്. ദാ NC0 പോയ 1 2 അപ് ടു എത്ര ടേമാ? n ടേംസ്. അപ്പോൾ ഈ ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ n+1 ടേം. റെഡിയോ? 1 മുതൽ n വരെ n ടേംസ്. അപ്പോൾ ഈ ടേം കൂടെ കഴിയുമ്പോൾ n+1 ടേംസ്. ഈ സമയം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാ? 2n അല്ലേ? ഞാൻ പണ്ട് പഠിപ്പിച്ചില്ലേ? ഇപ്പം 5c0 പ്ലസ് 5c1 പ്ലസ് എക്സെട്ര പ്ലസ് 5c5 ആണെങ്കിൽ 2^5 എന്ന് പറയത്തില്ലേ? ഇത്ര 2 പ്രാവശ്യം നമ്മൾ 2 വീഡിയോസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഈ സമയത്താണ് 2^n ഡിവൈഡഡ് ബൈ ആരാണ്? n+1. ഇവിടെ n ആക്കി കളയരുത്, n+1 ആണ്. മനസ്സിലായോ? അപ്പോൾ അത് ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഓപ്ഷൻ ഏതാ ഉണ്ട്? ഓക്കെ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Next question. The variance of first 20 natural numbers. Simple question ആണ്. Variance of first 20 sigma square. First n natural number ന്റെ variance ന്റെ ഫോർമുല കാണാൻ വിളിച്ചത് n square minus 1/12. നിങ്ങൾ അല്ലെങ്കിൽ n into n plus 1 into n minus 1/12 എന്ന് പഠിച്ചു വെക്കാം. നിങ്ങൾ സാധാരണ പഠിച്ചിരിക്കുന്നത് നമ്മൾ +1 നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. ആദ്യത്തെ n natural number ന്റെ variance ന്റെ ഫോർമുല n square minus 1/12 ആണ്. 20 കൊണ്ട് അവിടെ 20 square minus 1/12. 20 സ്ക്വയർ എടുക്കുക, നിങ്ങൾ ആൻസർ 20 സ്ക്വയർ എത്ര? 400. 400 മൈനസ് എന്താ? 399/12. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ അതില്ല. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്കട്ടെ. 3 കൊണ്ട് വെട്ടി പോകത്തില്ല. 3 പോകും. 3 പോകുമ്പോൾ 1 3 3 133/4 ഉണ്ടോ? അത് ഓപ്ഷൻ ഉണ്ടോ? അത് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ വേരിയൻസിന്റെ ഫോർമുലയാണ് n square minus 1/12. അത് കാണാൻ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ? അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? അത് ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് S is a set with 10 elements, S എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് 10 elements ഉണ്ട്. And A എന്ന് പറഞ്ഞാൽ xy such that x, y belongs to S. ആയിക്കോട്ടെ. Then number of elements in A. Then number of elements in A. യിലുള്ള then number of elements in A. Okay. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. x not equal to y എന്നും കൂടെ പറയുന്നുണ്ട്. എടാ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ആണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A എന്ന് പറഞ്ഞാൽ
ഇവിടെ വരുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഒരു 10 ചുമ്മാ ഇല്ല, ഞാൻ ഇതിനകത്തുള്ള എലമെന്റ്സിനെ 1 2 3 4 അപ് ടു 10 വരെയാണ് എസിന്റെ അകത്തുള്ളതെന്ന് വിചാരിച്ചു. എങ്കിൽ എക്കകത്ത് വരേണ്ട എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും രണ്ട് എലമെന്റ് 1 2 വരാം, 2 1 വരാം, ഇതേപോലെ 1 3 വരാം, 3 1 വരാം. പക്ഷെ ആര് വന്നുകൂടാ? 1 1 വന്നുകൂടാ. അതാണ് x not equal to y എന്നാ പറയുന്നത്. കിട്ടിയോ? ഓക്കെ, ഇങ്ങനെ. പക്ഷെ നമുക്ക് 1 1 വരാൻ പാടില്ല. കാരണം എന്താണ്? x not equal to y. ഈ രണ്ടാൾക്കാർ എന്താകുമ്പോൾ ഈക്വൽ ആകാൻ പാടില്ല. അതാണ് കേസ്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പം എക്കകത്തുള്ള എലമെന്റ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് അല്ലേ ആദ്യം ആക്ച്വലി വരുന്നത്. ഇപ്പം 1 1 1 2 1 3 അങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് അല്ലേ? മീൻസ് എസിന്റെ അകത്തുള്ള എലമെന്റ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ആരിൽ വരുന്നത്, എയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 2 1 3 1 4 1 5 അങ്ങനെ 2 1 2 2 2 3 2 4 അങ്ങനെ നമുക്ക് എത്ര എലമെന്റ് ടോട്ടൽ എഴുതാൻ പറ്റും? 100 അല്ലേ? കാരണം എസിന്റെ അകത്ത് ടോട്ടൽ 10 എലമെന്റ്സ് ഉണ്ട്. പരസ്പരം 1 1 1 2 2 3 അങ്ങനെ 100 എഴുതാൻ പറ്റും. അതിൽ എത്ര എലമെന്റ് വന്നുകൂടാ? 10 എലമെന്റ്. കാരണം 1 1 വന്നുകൂടാ, 2 2 വന്നുകൂടാ, 3 3 വന്നുകൂടാ, 4 4 വന്നുകൂടാ, 5 5 വന്നുകൂടാ, 6 6 വന്നുകൂടാ, 7 7 വന്നുകൂടാ. അങ്ങനെ എത്ര എണ്ണം വന്നുകൂടാ? 10 എണ്ണം വന്നുകൂടാ. അപ്പൊ 100 മൈനസ് 10 എത്ര? 90. കിട്ടിയോ? മനസ്സിലായോ? നമുക്ക് ഈ എക്കകത്ത് ആക്ച്വലി എക്സ് വൈ എന്നാ പറയുന്നത്. എക്സും വൈ എസിന്റെ അകത്തുള്ള, അപ്പൊ എസിന്റെ അകത്തുള്ള ഏത് രണ്ട് എലമെന്റ്സിനെ പരസ്പരമുള്ള ആക്ച്വലി ക്രോസ് പ്രോഡക്റ്റ് പോലെയാണ്. അപ്പൊ എസിന്റെ അകത്ത് 10 എലമെന്റ് ഉണ്ടെങ്കിൽ അതിൽ പോസിബിൾ ആയ ക്രോസ് പ്രോഡക്റ്റ് എത്രയാ? 10 into 10. എസ് നിന്ന് എസിലോട്ടല്ലേ? അപ്പൊ 10 into 10 അപ്പൊ എത്രയാ? 100. അതിൽ നിന്ന് ഏത് വരാൻ പാടില്ല? ഈ 1 1 2 2 3 3 അങ്ങനെയുള്ള ആൾക്കാർ വരാൻ പാടില്ല. അപ്പൊ 10 ഞാൻ കുറച്ച് 90. വേറെ എന്തെങ്കിലും ചെയ്യാം? അത് വേണ്ട, ഇത് മതി. വേറെ ചെയ്താൽ നമുക്ക് 10c1 into 9c1 ആരെങ്കിലും ചെയ്യാം. അത് വേണ്ട കേട്ടോ, നമുക്ക് ഈ മെത്തേഡ് മതി. ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പിടിയോ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ആണെടാ. എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് ഡൈ ഈസ് റോൾഡ്. ഒരു കോയിൻ എറിഞ്ഞു, ഡൈയും എറിഞ്ഞു. അതാണ് കോയിൻ ടോസ് ചെയ്തു, ഡൈയും റോൾ ചെയ്തു. ഓക്കെ, the probability that the coin shows head and die shows 3. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം കോയിൻ ത്രോ ചെയ്തു, ഡൈയും ത്രോ ചെയ്തു. ഈ കോയിനിൽ ഒന്ന് വീണാലും, സോറി കോയിനിൽ ഹെഡ് വീണാലും, കോയിനിൽ ടെയിൽ വീണാലും, ഡൈയിൽ 1 വിടാം, 2 വിടാം, 3 വിടാം, ഡൈയിൽ 6 വരെ വിടാം. ഈ കോയിൻ വീഴുന്ന ഹെഡോ ടെയിലോ ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഡൈയെ ഡിപ്പെൻഡ് ചെയ്യൂല. അപ്പൊ കോയിനും ഡൈയും എന്താണ്? ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കോയിൻ എന്ന് ഷോ ചെയ്യണം. കോയിൻ ഷോസ് ഹെഡ്. കോയിൻ ഹെഡ് ഷോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഏതാ? കോയിൻ ഹെഡ് എത്രയാ? 1/2. കാരണം കോയിന്റെ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ടോട്ടൽ 2 തന്നെ. ഹെഡ് എന്ന് പറഞ്ഞാൽ 1/2. ഡൈ 3 കാണിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഡൈയിൽ 1 2 3 4 5 6 6 ഉണ്ട്. അതിൽ 3 എന്ന് പറയുമ്പോൾ ഒരാളല്ലേ, അപ്പൊ 1/6. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണെങ്കിലോ ഹെഡും വരണം, ഡൈ 3 കാണിക്കുന്നത് ഏതാ? 1/2 into 1/6 പ്രോബബിലിറ്റി ഓഫ്. അപ്പൊ ഏതാ? 1/12. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പിടിയോ? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് ഈ ഇൻഡു ചെയ്തെടുത്തത് കേട്ടോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചെടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങ് ചെയ്തോളൂ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് സം കണ്ടുപിടിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഓൾ ഡയഗണൽസ് എ ഇൻവേഴ്സ്. എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എ മെട്രിക്സ് ആണ്. ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. മെട്രിക്സ് 0 1 2 1 2 3 3 1 1. സം ഓഫ് ഓൾ ഡയഗണൽ എൻട്രീസ് ഇൻ എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിലെ ഡയഗണലുള്ള എ ഇൻവേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നിങ്ങൾ ആദ്യം അഡ്ജ് ഓഫ് എ കണ്ടുപിടിക്കുക. ഞാൻ അഡ്ജ് കണ്ടുപിടിക്കുക, പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക, പിന്നെ അഡ്ജ് ഓഫ് എ ഡിറ്റർമിനന്റ് ഓഫ് എ ഡിവൈഡ് ചെയ്യുമ്പോൾ ആര് കിട്ടും? നമുക്ക് എ ഇൻവേഴ്സ്. ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാതെ എൻട്രൻസ് എഴുതാൻ പോകരുത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സാധാരണ ഇത് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഇൻവേഴ്സ് ആൻസർ. എനിക്കിതാണ് കിട്ടിയത്. 4 5/2 -1/2 3. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. ഡൗട്ട് ഉള്ളവർക്ക്
ഇൻവേഴ്സ് കാണുന്ന വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ. ഞാൻ +2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇൻവേഴ്സ്. ഇതില്ല ആരുടെ സം ഓഫ് ഓൾ ഡയഗണൽ എൻട്രീസ്. ഓക്കെ, ഇതാണ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിലുള്ള എൻട്രീസിന്റെ സം, ഈ ആൾക്കാരുടെ സം, ഡയഗണലിലുള്ള ആൾക്കാരുടെ സം. അപ്പൊ ആരാ 1/2 + 3 + 1/2, 1/2 + 1/2 1, 1 + 3 4. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇ. പിടികിട്ടിയോ? മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതിലെ ഡയഗണലുള്ള ആൾക്കാരുടെ സം. സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഇൻവേഴ്സ് തെറ്റിക്കരുത് കേട്ടോ. ഇൻവേഴ്സ് ഒക്കെ നന്നായിട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇൻവേഴ്സ് ഒന്നും തെറ്റത്തില്ല നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. f of x എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. f of x എന്ന ഇക്വേഷൻ, f of x എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് x 3 7 2 x 2 7 6 x ആണ്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: if x equal to -9 is a root of f of x equal to 0, then other root. Okay, ഇതിന് x ന്റെ ഒരു വാല്യൂ -9 ആണ്. ആ -9 കൊടുക്കുമ്പോൾ f of x എന്താവും? 0 ആകുമെങ്കിൽ എന്താണ്? അടുത്ത റൂട്ട് കണ്ടുപിടിക്കാനാ. സംഗതി ഒന്നുമില്ലടാ, നമുക്ക് ഇവന്റെ റൂട്ട് എടുക്കണം. ഓക്കെ, ഇവന്റെ റൂട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു 3/3 ഇക്വേഷൻ ആയിരിക്കും. മീൻസ് x3 നിങ്ങൾക്ക് സോൾവ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ഷോർട്ട് ആയിട്ട് ഇവന്റെ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഡിറ്റർമിനന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സംഗതി നടന്നില്ല. ഈ 3 റോ അങ്ങ് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇവന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. x3 7 2x 2 7 6 x ന്റെ ഈ 3 റോ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 9 9 ഇല്ല 9 അല്ല. ഒറ്റയടി നിങ്ങൾക്ക് കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും. x + 9 ഈ 3 റോ ആഡ് ചെയ്ത് r1 ലഭിക്കും. എന്ന് പറഞ്ഞാൽ r1 gives ആരാ? r1 gives r1 plus r2 plus r3. ഡിറ്റർമിനന്റ് എടുക്കാൻ ഷോർട്ട് കട്ട് ആണ്. ആടെ ആരാ? x + 9 x + 9 x + 9. ഇതൊന്നും ചേഞ്ച് ഇല്ല. 2 7 x 6 2x. ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് അല്ലെങ്കിൽ ഇതിനെ ഡിറ്റർമിനന്റ് എടുത്ത് നിന്നാൽ 3 ഇക്വേഷൻ റൈസ് ടു 3 വരും. 3 നമുക്ക് സോൾവ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ എടുത്തത്. ഓക്കെ, പിടികിട്ടിയല്ലോ. ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി x + 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 1 1 1 2x 2 7 6 x അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണം 0 ആക്കാം. നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ 0 ആക്കും? നമ്മൾ ഒറ്റയടിച്ചാണ്. c2 gives c2 - c. ഇതിന് കുറയ്ക്കും 0, ഇതിന് ഇത് കുറയ്ക്കുമ്പോൾ ഇതും 0 ആകും. അപ്പോൾ ആരാ? c3 gives c3 - c1. ഓക്കെ, രണ്ട് 0 ആയല്ലോ. അത് എഴുതണം കേട്ടോ, ഞാൻ ഒറ്റയടിക്ക് ചെയ്തതാണ്. ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഇല്ല. 1 2 7. രണ്ടാമത്തെ കോളത്തിൽ ഇതിന് കുറയ്ക്കുമ്പോൾ 0, ഇതിന് കുറയ്ക്കുമ്പോൾ x - 2, ഇത് കുറയ്ക്കുമ്പോൾ 6 - 7, ഇതിന് കുറയ്ക്കുമ്പോൾ 0, ഇതിന് കുറയ്ക്കുമ്പോൾ അതും 0, ഇതിന് കുറയ്ക്കുമ്പോൾ x - 7. ഇനി ഡിറ്റർമിനന്റ് വെളിയിൽ ആരുണ്ടാ? x + 9 ഉണ്ട്. ഇനി ഇവന്റെ ഡിറ്റർമിനന്റ് കേട്ടെ, x + 9 ഇൻറ്റു ഈ രണ്ട് ആൾക്കാരെ എടുക്കണ്ടേ, ഇവനെ മാത്രം എടുത്തത്. ഇതാരാണ്? x - 2 ഇൻറ്റു x - 7. 0 അല്ലേ? ഇത്രയും. ഇതാണ് ഡിറ്റർമിനന്റ്. പിടികിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് f of x = 0 ആയാൽ ബാക്കി റൂട്ട്സ് ഉണ്ടെങ്കിൽ f of x എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് അല്ലേ f of x എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെ 0 ക്ക് ഇക്വേറ്റ് ചെയ്യണം. 0 ക്ക് x + 9 ഇൻറ്റു x - 2 ഇൻറ്റു x - 7 = 0 ആയാൽ ഓരോ ടേമിനെ 0 ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x = ആറ് കിട്ടി -9. x - 2 = 0 ആണ്. x = ആരാ? 2. x - 7 = 0 ആണെങ്കിൽ x = ആരാ? 7. ഓക്കെ, പ്രോഡക്റ്റ് അല്ലേ? അപ്പൊ ഏതെങ്കിലും പരസ്പര ടേംസ് ഉള്ള 0 ക്ക് ചെയ്താൽ റൂട്ട്സ് കിട്ടും. അപ്പൊ x ഇവിടെ -9 കിട്ടി, -2 അപ്പുറത്ത് വന്ന 2 -7 അപ്പുറത്ത് വന്ന x - 7 0 ക്ക് ഇക്വേറ്റ് ചെയ്താൽ x = 7. അപ്പൊ റൂട്ട്സ് -7 -9 ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആരെ കണ്ടുപിടിച്ചാൽ മതി? 2 ഉം 7 ഉം. 2 ഉം 7 ഉം ഓപ്ഷൻ ഉണ്ടോ? -9 2 7 2 7. ഓപ്ഷൻ എ is the right answer. നല്ല ഓപ്ഷൻ ആണ്. ഈ രീതിയിലാണ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ റൈസ് ടു 3 വേറെ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. പിടികിട്ടിയോ? ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവർ തരുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് ഇനി ഇപ്പം ഓൾമോസ്റ്റ് 112 ക്വസ്റ്റ്യൻസോളം ആയതുകൊണ്ട് 8 ക്വസ്റ്റ്യൻ കൊണ്ടുള്ളൂ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതോടുകൂടി കീം 2018 കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ആവും. ഓക്കെ, ശരി. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.